എന്തായാലും സാറിന് അവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയൊക്കെ വേണം. ശരി, ഓക്കെ. താനെന്തിനാണോ കാർ എടുത്തിട്ടത്? ഞാൻ പറഞ്ഞോ? സിദ്ധാർത്ഥൻ സാറിന് എങ്ങോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞു, അതാ. സിദ്ധു എങ്ങോട്ട് പോകുന്നു? തന്റെ പോലീസ് അന്വേഷണം ഏതുവരെയായി? ഞാൻ അറിഞ്ഞു ഗിരീഷിന്റെ വീട്ടിൽ പോലീസ് ചെന്നതും ഗിരീഷിനെ ക്വസ്റ്റ്യൻ ചെയ്തതുമൊക്കെ. ആ വീട്ടിൽ കാണുമെന്ന് സംശയം പോലെ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ഗിരീഷിനെ പോലീസിന് മുമ്പിൽ ഒരു നെഗറ്റീവ് ഇമേജ് ചാർജ് കൊടുത്തല്ലോ, നല്ല കാര്യം. അവൻ നെഗറ്റീവ് തന്നെയാ, വെറുതെ വെളുപ്പിച്ചെടുക്കാൻ നോക്കണ്ട. എല്ലാവരും കൂടി അവനെ മീരയുടെ രക്ഷകനായിട്ട് അങ്ങ് സ്ഥാപിച്ചിരിക്കുകയല്ലേ. അവസരം മുതലെടുക്കാൻ നോക്കി നടക്കുന്നവനാ. ആദ്യം അവിടെ തന്നെയാ തിരയേണ്ടത്. ഗിരീഷേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. മീര അവിടെ എത്തിയ ഗിരീഷേട്ടൻ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു. ഓ, സത്യസന്ധനായ മാതൃക അധ്യാപകനാണല്ലോ അവൻ. അച്ഛാ, ഒന്നാമത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക എല്ലാരും. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം വേണ്ട. നമുക്കിറങ്ങാം. എവിടേക്കാ നിങ്ങള്? ഇനി ഞാനൊന്ന് ഇറങ്ങാൻ പോവാ. മീരെ കണ്ടുപിടിക്കും. കണ്ടുകിട്ടിയാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ആദ്യം എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് തിരിച്ചയക്കും. മാധവ, ഓ, ഗേറ്റ് തുറക്കും. വണ്ടി ഇറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് സിദ്ധു. ഇതെന്താ എല്ലാരും വണ്ടറടിച്ച് നിൽക്കുന്നേ? ഓ, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ആ, 11 മണിക്ക് CM ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എന്നാ പിന്നെ മീരയും കൂടി കണ്ടിട്ട് പോവാന്ന് കരുതി. അവൾക്കൊരു സർപ്രൈസ്. ആ, അവൾ ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാൻ മുറിയിലോട്ട് ഇടിച്ചു കയറി ചെന്ന് അവളെ ഞെട്ടിച്ചോളാം. ആ, ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൃത്യസമയത്തെത്തും. കാര്യങ്ങളെല്ലാം CM-നെ അറിയിച്ചേക്കാം.
ദേവികെ, എന്താ ചേച്ചി? നിന്നെ ടെൻഷനാക്കാൻ പറയുമല്ല. കാര്യങ്ങൾ ചെറിയ പ്രശ്നത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്താ? ഡൽഹിന്ന് ബലരാമൻ അങ്കിൾ വന്നിട്ടുണ്ട്. അയ്യോ, നീ പേടിക്കാതെ. എന്തായാലും നടക്കാൻ പോകുന്നതൊക്കെ ധൈര്യത്തോടെ നേരിട്ടേ പറ്റൂ. ചേച്ചി മീര എവിടെയാണെന്ന് ചോദിക്കില്ലേ? അത് ചോദിച്ചു കഴിഞ്ഞല്ലോ. എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗിന് മുമ്പ് മീരെ കണ്ടിട്ട് പോവാൻ അങ്കിൾ വന്നേ. അപ്പോ എന്ത് മറുപടി പറയും ചേച്ചി? മറുപടി എന്താണെന്നുള്ളത് അമ്മയും അച്ഛനും കൂടി അങ്ങ് തീരുമാനിക്കട്ടെ. രണ്ട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത്. ഒന്ന്, മീര എവിടെ? രണ്ട്, എന്നാണ് മീരയും നന്ദനും തമ്മിലുള്ള വിവാഹം? വിവാഹമേ നടക്കില്ല. മീര എവിടെയാണെന്ന് അറിയില്ല. ഇതാണ് ബലരാമൻ അങ്കിളിന് കൊടുക്കേണ്ട സത്യസന്ധമായ ഉത്തരം. പക്ഷേ അതെങ്ങനെ പറയും? ആര് പറയും? പറഞ്ഞ അങ്കിളിന്റെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ നേരിട്ട് വിളിക്കണോ? ഓ ശരി ശരി, ഓക്കെ. പിന്നെ ഇതെന്താണോ ഒന്ന് അകത്തേക്ക് പോലും വിളിക്കാതെ? ബലരാമൻ വരൂ. ആ ബലരാമൻ ഇരിക്കെ. തിരക്ക് കൂട്ടാതോ, ഞാൻ ഇരിക്കാം. മീരയുടെ മുറി മുകളിലല്ലേ? ഞാൻ അങ്ങോട്ടല്ല. നന്ദ, അവൾ എന്നെ കാണുമ്പോ ഞെട്ടുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാവോ? ഇപ്പൊ അതൊക്കെയാണല്ലോ ഒരു ട്രെൻഡ്. ചന്ദ്രമതി പറഞ്ഞതാ ഒരു സർപ്രൈസ് വീഡിയോ എടുത്ത് അയക്കണോന്ന്. നിങ്ങളൊക്കെ എന്തോന്നും മിണ്ടാത്തെ? എന്നെ പ്രതീക്ഷിക്കാതെ കണ്ടുകൊണ്ടാണ്. പെട്ടെന്ന് കാണുമ്പോ സന്തോഷമല്ലേ വേണ്ടത്? ബലരാമ, മീര ഇവിടെ ഇല്ല. ഇല്ലേ? അവളവിടെ പോയി. എല്ലാം തുറന്നു പറഞ്ഞേക്കാം. എന്റെ മോളെവിടെ പ്രഭ? ബലരാമൻ ഇരിക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടോ? അത് ഞാൻ മീര ഹെൽത്ത് ക്ലബിൽ പോയിരിക്ക. രാവിലെ പോയതാ. അങ്ങനെയാ? അല്ല, ഈ അതിനെന്തിനാ എങ്ങനെ ടെൻഷൻ? രാവിലെ പോകണ്ട, വൈകിട്ട് പോയാ മതിയെന്നും പറഞ്ഞ് ഞാനുമായിട്ട് ഒന്ന് പിണങ്ങി. ഞാൻ നിർബന്ധിച്ചു വിട്ടതുകൊണ്ടല്ലേ ഇപ്പോ ബലരാമൻ വന്നപ്പോ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റാത്തത്. അതാണോ കാര്യം? അതൊന്നും സാരില്ല.
അല്ലേ, അവളെപ്പോഴാ വരിക? ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഹെൽത്ത് ക്ലബിൽ കയറുമ്പോ തന്നെ മൊബൈൽ ഓഫാക്കും. തിരികെ വന്നിട്ടേ ഓണാക്കൂ. ബലരാമൻ ഇരിക്കെ. ഇരിക്കാം. ഹലോ, എന്നെ ആർക്കെ വിളിച്ചിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന്. എനിക്കൊന്ന് മോളെ കാണണം. മീര ഇപ്പോ സിദ്ധുവിന്റെ വീട്ടിലാണല്ലോ. വിവാഹ കാര്യങ്ങളെല്ലാം സംസാരിക്കാറുണ്ട്. അവള് ഹെൽത്ത് ക്ലബിൽ പോയിരിക്കുക. വന്ന് കണ്ടിട്ട് ഉടനെ ഞങ്ങെത്തും. അവളെ കാണാന്നുള്ളതാണല്ലോ പ്രധാന കാര്യം. കണ്ടിട്ടേ വരൂ. ആ 11 മണിക്ക് ഇനിയും സമയമുണ്ടല്ലോ. ശരി ശരി. ഓക്കെ. സിധു, ഇന്നത്തെ മീറ്റിംഗിന് CM-നോട് ഞാൻ തന്റെ കാര്യം പ്രത്യേകം പറയും. റവന്യൂ വകുപ്പാ ഞാൻ പിടിക്കാൻ പോകുന്നത്. അതൊക്കെ വരട്ടെ. എന്തു വരട്ടെ എന്ന്? അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനയിൽ താൻ മന്ത്രിയായിരിക്കും. അതൊക്കെ എനിക്ക് വിട്ടുതന്നേരെ. എല്ലാം ഞാൻ നോക്കിക്കോളാടോ. താനേ ഇനി മീരയുടെ ഫാദർ ലോയാ. താൻ മന്ത്രിയാവാന്നുള്ളത് എന്റെ കുടുംബത്തിന്റെ കൂടി ആവശ്യം. കാർ അവിടേക്ക് മാറ്റിട്ടോ. അവിടെ നല്ല തണലുണ്ട്. രാധികെ, എന്തായി മാധവേട്ട? ബലരാമ സാറ് എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നും അറിയില്ല. അകത്ത് സംസാരം നടക്കുന്നുണ്ട്. ആ മീര് ചോദിച്ച പ്രശ്നമായ ദേവിക കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് പ്രഭാവതി പറയില്ലേ? പറഞ്ഞാ പറയട്ടെ. എന്റെ മോളവിടെ. നീ ഒന്നും പേടിക്കണ്ട. നന്ദനും സിദ്ധാർത്ഥൻ സാറും എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ശരി മാധവേട്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ മോളെ നോക്കിക്കോണേ. ആ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. അമ്മ വിഷമിക്കണ്ട. അവിടെ നന്ദേട്ടനും സിദ്ധാർത്ഥൻ സാറൊക്കെ ഇല്ലേ? നന്ദ, നീ എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നേ? ഇവിടെ വന്നിരിക്കടോ. ഇരിക്കേ. പ്രവേ, നമുക്ക് പിള്ളേരുടെ കാര്യം ഉടൻ തീരുമാനിക്കണം. കല്യാണത്തിന്റെ തീയതിയും സ്ഥലമൊക്കെ ഫിക്സ് ചെയ്യണം. പ്രൈം മിനിസ്റ്റർ 2 മാസത്തിനുള്ളിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആ ദിവസം നോക്കി നമുക്ക് വിവാഹം നടത്താം. എന്താ? PM-നെ കല്യാണത്തിന് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ മാത്രം സംസാരിക്കുന്നു, നിങ്ങളാരും തിരിച്ചു പറയുന്നില്ല.
ഞങ്ങൾക്ക് കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ ബലരാമൻ പറയുന്നത്. മോളെ രജനി, നീ എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? മുമ്പൊക്കെ ഞാൻ വന്നാൽ ഉടനെ അങ്കിളെ ഡൽഹിയിലെ വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞ് എന്നെ വിടാതെ പിടിക്കുന്ന ആളാ. ഇപ്പൊ അകന്ന് മാറിയേക്കുന്നു. അല്ല, അങ്കിളും തിരക്കൊക്കെ ആയതുകൊണ്ട് സാവകാശത്തിൽ സംസാരിക്കാന്ന് കരുതി. അതെന്തായാലും നന്നായി. മീരയെ കാണുന്നില്ലല്ലോ. നന്ദ, നീ ഒന്ന് പോയിട്ട് മീരയെ കൂട്ടിക്കൊണ്ടുവാ. അത്യാവശ്യമായിട്ട് നീ കാണണമെന്ന് പറ. അല്ല, ബലരാമന് തിരക്കാണെങ്കിൽ മീരെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് കാണാം. അല്ലല്ല, ഇപ്പൊ തന്നെ കണ്ടേക്കാം. കണ്ടിട്ടങ്ങ് പോവാലോ. നന്ദ, ഒന്ന് വേഗം പോയിട്ടോ. ചെല്ലേ. ആ ശരി അങ്കിൾ. അടുത്തതിനി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പിടിച്ചാൽ മതിയിടോ. താനൊരു കേന്ദ്രമന്ത്രിയാവണം. നന്ദു, എവിടേക്കാ പോകുന്നേ? എനിക്കറിയില്ല. ഞാൻ അവളെ എവിടെ ചെന്ന് കണ്ടുപിടിച്ചോണ്ട് വരും? അമ്മ ചാടിക്കറി ഹെൽത്ത് ക്ലബിൽ നിന്ന് എടുത്തിട്ടതാ പ്രശ്നമായത്. നീ കേട്ടില്ലേ അമ്മ പറഞ്ഞത്? എല്ലാം കേട്ടു. പക്ഷെ ആന്റി ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൂടുതൽ കുഴപ്പമായേനെ. അച്ഛൻ നടന്ന സംഭവമൊക്കെ പറയാൻ തുടങ്ങുമല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നേ അങ്കിളിനോട് അച്ഛൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാം ഇതോടെ അവസാനിച്ച് കിട്ടുമായിരുന്നല്ലോ. സത്യം പറയുന്നതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ലല്ലോ. മീരെ കണ്ടുപിടിച്ചു കൊടുക്കണ്ടേ? ഇവളിനി എവിടെ ചെന്ന് കിടക്കുന്നു? നമ്മള് ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ നന്ദു? നീ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യണമെന്ന്. എന്താ മോളെ, എന്താ പേടിച്ചു നിൽക്കുന്ന പോലെ? ബലരാമൻ അങ്കിള് മീരെ കാത്തിരിക്കുക. മീര ഹെൽത്ത് ക്ലബിൽ പോയിരിക്കുന്നു ആന്റി പറഞ്ഞിരിക്കുന്നെ. മീരെ വിളിച്ചോണ്ട് വരാൻ നന്ദുവിനോട് അങ്കിള് പറഞ്ഞു. ഒരു കള്ളം പറഞ്ഞാൽ അത് നേരെയാക്കാൻ 9 കള്ളം പറയേണ്ടി വരും. അച്ഛാ, പഴഞ്ചൊല്ലല്ല. ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം പറ. 1 മണിക്കൂറിനകം ബലരാമൻ അങ്കിളിന് പോണം. മീരെ കാണാനാ വെയിറ്റ് ചെയ്യുന്നേ. 1 മണിക്കൂറിനകം ബലരാം സാറിന് പോകണമല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ മോൻ 1 മണിക്കൂർ നേരം ഇവിടുന്ന് മാറി നിൽക്കണം. ബലരാം സാർ പോയതിനു ശേഷം മടങ്ങി വരിക. എന്നിട്ട് സാറിനെ വിളിച്ച് യുക്തം പോലെ ഒരു കള്ളം കൂടി പറയുക. ആ അതെ, ഇതേ ഉള്ളൊരു മാർഗം. ആ ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ഞാനൊരു കള്ളം പറച്ചിൽ എക്സ്പെർട്ട് ആവുന്ന തോന്നുന്നേ. ദേവി, ഞാൻ മുരളിയുടെ വീട്ടിലേക്ക് പോവാ. അങ്കിള് പോയി കഴിയുമ്പോ എന്നെ വിളിച്ചറിയിക്കേ. നന്ദു, ഒന്നും കേൾക്കാൻ സമയമില്ല. ഇനിയൊക്കെ വരും പോലെ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.